വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുന്നിൽ മലയാളിയുടെ പരസ്പര സ്നേഹവും സഹായസന്നദ്ധയും കൂട്ടായ്മയും വീണ്ടും ഒരിക്കൽ കൂടി ലോകത്തിന് കാരുണ്യമുള്ളവരെ കാണിച്ചു കൊടുത്തു. അമ്പരപ്പിക്കുന്ന സഹായങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് നീണ്ടുവന്നു. സോഷ്യൽ സോളിഡറിയൻസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1999 ബാച്ച് ഓട്ടോഗ്രാഫ് കൂട്ടായ്മയും മന്നം നാഷണൽ ഡെക്കറേഷൻ കൂട്ടായ്മ പ്രവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ശേഖരിച്ച കിടക്ക, തലയിണ, പ്ലാസ്റ്റിക് ബക്കറ്റ്, പ്ലാസ്റ്റിക് കസേര, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള വസ്ത്രങ്ങൾ, വീട്ടാവശ്യങ്ങൾക്കുള്ള ആവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉരുൾപൊട്ടലിൽ വെള്ളം കയറിറങ്ങിയ വീടുകളിലും സന്നദ്ധ പ്രവർത്തകരുടെ വീടുകളിലുമായി നൽകി. ഇതിനു മുമ്പും ഇത്തരം കാര്യങ്ങളിൽ സംഘടനാ സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോ വീടുകൾ കണ്ടെത്തിയാണ് കൊടുക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അവിടെ വെള്ളം കയറിയിറങ്ങിയ പല വീടുകളും നമ്മൾ നോട്ട് ചെയ്ത് വന്നിരുന്നു. ആദ്യം പോയ നമ്മുടെ ഫസ്റ്റ് ടീം പോയി നോട്ട് ചെയ്ത് വന്നിരുന്നു. അപ്പോൾ ആ ടീമിനെ ആ ഒരു വീടുകളെ ബേസാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി കൊടുക്കാതെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഉദ്ദേശവുമായിട്ടാണ് നമ്മളിവിടെ നിന്ന് പുറപ്പെടുന്നത്. പിന്നെ ഇതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, ഞങ്ങൾക്ക് സഹായങ്ങൾ തന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ശ്രീനാരായണ ഹയർ സെക്കൻഡറി 1999 ബാച്ചിലെ ഓട്ടോഗ്രാഫ് കൂട്ടായ്മയിലെ ഒരുപാട് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ നാഷണൽ ഡെക്കറേഷൻസ് മന്നം, അതുപോലെ തന്നെ ഒരുപാട് പ്രവാസികൾ, പിന്നെ നമ്മുടെ നാട്ടിൽ ചുറ്റുവറ്റത്തുള്ള ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് സഹോദരിമാരും ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് അവർക്ക് നമ്മളൊരു നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനെയുള്ളൊരു മനസ്സ് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തന്നതിനും അതിനുള്ള സഹായം ഞങ്ങളിലേക്ക് എത്തിച്ചതും അതിനെല്ലാവർക്കും അവരോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അവരുടെ കുടുംബങ്ങളിൽ, അതായത് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉദ്ദേശവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഞങ്ങൾ ഈ ദുരന്തം നടന്നതിന് ശേഷം ഞങ്ങൾ ഒരു തവണ പോയായിരുന്നു. അപ്പോൾ അവിടെ ഈ ദുരന്തം ബാധിച്ച സ്ഥലത്തെ പോലെ തന്നെ അവിടെ നിന്ന് വെള്ളം, ഈ ദുരന്തം ഉണ്ടായ സമയത്ത് ഒഴുകി വന്ന വെള്ളം കയറി ഇറങ്ങിയ കുറേ വീടുകൾ ഞങ്ങൾക്ക് കാണാനിടയുണ്ടായി. അവിടെ നഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുമായിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദുരന്തത്തിൽ വീട് തകർന്നവർ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ, സമ്പാദ്യം തകർന്നുൾപ്പെടെയുള്ള മനുഷ്യർക്ക് ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലും ആശ്വാസത്തിന്റെ ബഹുവർണ്ണമുള്ള മഴവില്ല് തന്നെയാണ് മലയാളി കൂട്ടായ്മകൾ. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കേരള സമൂഹം പരസ്പരം സഹായിക്കാൻ ഒരുമിച്ച് വന്നത് ലോക മാതൃകയാണ്. ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനം നൽകുന്നതാണ്. പ്രളയകാലത്ത് നാം അത് കണ്ടു. അത് കഴിഞ്ഞ് സമൂഹത്തെ പിളർക്കുന്ന പലതുമുണ്ടായി. എന്നാൽ എല്ലാ വർഷവും ദുരന്തമെത്തുമ്പോൾ നമ്മൾ ഒന്നായി തന്നെ നേരിടുന്നു. പണ്ടൊന്നും മലയാളികൾ നേരിട്ട് ദുരന്തം കണ്ടിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നു. അവിടെയുള്ള ആളുകൾ ദുരിതാശ്വാസ സഹായത്തിന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെ പഴയ തുണികൾ എടുത്തു കൊടുക്കുന്ന രീതിയായിരുന്നു. വീട്ടിലെ പഴയ തുണികൾ അടുത്ത വർഷം ദുരന്തമായ ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് എടുത്തു വെക്കുന്ന രീതി കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയും ഇവിടെയും കാലം മാറി. ദുരിതബാധിതർക്ക് പഴയ തുണി കൊടുക്കുന്നത് അപമാനകരമാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയാത്തവർ ഇനിയും കേരളത്തിലുണ്ട്. മലയാളികൾ നന്നായി പേടിച്ചിട്ടുണ്ട്, ഏറെ പഠിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പുഴയിൽ വേണ്ട ടിവിയിൽ വെള്ളം കണ്ടാൽ തന്നെ മലയാളി വീട് വിട്ടോടും. ആഘോഷങ്ങളിൽ അല്പം മിതത്വം അകപ്പെട്ടവരെ ആകാം, ദുരന്തത്തിൽ ഓർക്കുകയാകാം. ആഘോഷങ്ങൾക്ക് മാറ്റിവെച്ച തുകയിൽ അല്പം ദുരിതബാധിതർക്ക് നൽകുവാനാകാം. പക്ഷെ മൊത്തമായി മാറ്റിവെക്കുന്നത് ശരിയല്ല. ആഘോഷങ്ങൾ ദുരന്തത്തോളം വേദനയാണ് ഉറ്റവരുടെ ജീവനറ്റ ശരീരം തേടിയുള്ള ആ കാത്തിരിപ്പ്.